100 കോടി രൂപ പറയുന്നതിൽ 35 കോടി രൂപയുടെ 30 കോടി രൂപയുടെ പണി നടക്കുമെന്ന് വേണം നമ്മളിത് മനസ്സിലാക്കാൻ. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 100 കോടി രൂപ എവിടെ നിന്ന് വരുന്നു? ഇവിടുത്തെ പെട്രോൾ അടിക്കുന്ന സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് വരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് 1 ലിറ്റർ പെട്രോളിന് 18 രൂപ വെച്ച് വരെ കളക്ട് ചെയ്ത സമയമുണ്ട്. അങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 13 ലക്ഷം കോടി രൂപയോളം റോഡ് സെസ്സിലേക്ക് മാത്രം, സെൻട്രൽ റോഡ് സെസ്സിലേക്ക് മാത്രം കളക്ട് ചെയ്ത പൈസയാണ്. അപ്പോൾ ഈ ബൈക്കിലും ഓട്ടോറിക്ഷയിലും ഒക്കെ സഞ്ചരിക്കുന്നവർ കൊടുത്ത പണം കൊണ്ട് ഈ സ്വരൂപിച്ച ഈ ഒരു സഞ്ചിത നിധി, ഈ തുക വെച്ചിട്ടാണ് ഈ റോഡുകൾ നിർമ്മിക്കുന്നത്. ആ റോഡിലേക്കാണ് ഇവർ ടോൾ ഏർപ്പെടുത്തുന്നത്. മാത്രമല്ല, ഇനി മുതൽ ഈ ഹൈവേയിൽ ഈ ബൈക്ക് യാത്രക്കാരനോ ഓട്ടോറിക്ഷക്കാരനോ കയറാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം അവന്റെ പൈസ കൊണ്ട് പണിത ഈ റോഡ് വളരെ നല്ല റോഡായതുകൊണ്ട് ഇനി നിങ്ങൾക്കൊന്നും പറ്റില്ല, മാന്യന്മാരെ സഞ്ചരിച്ചു കൊള്ളട്ടെ, അതുകൊണ്ട് നിങ്ങൾ പോകാനാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നലെ വരെ അനുഭവിച്ചിരുന്ന റോഡിന്റെ 4/1 അനുഭവിക്കാനാണ് അവർക്ക് യോഗം അതിലേക്ക് മാറ്റി. കാരണം അവരുടെ പണം വെച്ച് ഒരു ബെറ്റർ റോഡ് ഇവിടെ പണിതു എന്നുള്ളതാണ്. ഈ തുക പിഴിഞ്ഞ് സാധാരണക്കാരിൽ നിന്ന് എടുത്തിട്ട് പരിമിതമായ ഒരു ചെറിയ വിഭാഗത്തിന് ഉപയോഗിക്കാവുന്ന ഒരു റോഡ് മാത്രമായിട്ട് കൊടുക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ വികസന നേട്ടം, ഇതാണ് കേരള ബദൽ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ. ഇവിടെ നിന്നുകൊണ്ട് അവിടെ സൈൻ ബോർഡ് സ്ഥാപിക്കുകയാണ്. നിങ്ങൾ സൈൻ ബോർഡിന്റെ പടം ഒന്ന് കാണിച്ചു കൊടുക്കണം. ബൈക്കിന് ഒരു വെട്ട്, ഓട്ടോറിക്ഷയ്ക്ക് ഒരു വെട്ട്. സാധാരണക്കാരന്റെ പ്ലേറ്റിൽ നിന്ന് അവന്റെ യാത്രാ സൗകര്യത്തെ പരിമിതപ്പെടുത്തുന്ന